വാടാ കഥ പടക്കടാ. കണ്ടോടാ ഇല്ല. ഓ ഓ ഓ ഇപ്പോഴാ എന്നെ നല്ല ശ്വാസം വീണത്. എന്ത് കണ്ണിച്ചോരയില്ലാത്ത പണിയാ വിശ്വേട്ടനെ കാണിച്ചത്. ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിൽ പോയി നിൽക്കുന്നു. ചേച്ചിയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ മേൽ തന്നെ ഉണ്ടായിരിക്കും. എന്തിനാടാ ഒരു കണ്ണ്? ഈ രണ്ട് കണ്ണും എന്റെ ചേട്ടന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ലോ. ഇനി ആവട്ടെ, ഞാൻ നോക്കിക്കോളാം അവിടെ. എന്റെ ഏട്ടാ അറിയാവല്ലോ, നമ്മൾ ഇവിടെ സുഖവാസത്തിനാ വന്നത്. മാക്സിമം സുഖം അനുഭവിക്കണം. എന്റെ പൊന്ന് സതി, ശരീരം എനിക്ക് ഒരു ജോലിയും ചെയ്യാതെ കുത്തിയിരിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ ശരീരം അനങ്ങണം, അത്രയല്ലേ വേണ്ടൂ. നടന്നേ നടന്നേ, പോയേ 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 പോയേ. ഇതുപോലെ ശ്വാസവേ മെല്ലെ മെല്ലെ അകത്തോട്ട് വലിക്കണം. ശരീരം എന്താ ഇപ്പൊ വേർക്കും. ചെയ്തേ. എന്റെ പൊന്ന് സതി, ജോലി ചെയ്യാതെ ശരീരത്തെ ദുർമേധ സടിയുന്നവർക്ക് വിയർക്കാനുള്ള രീതികളാ ഇതൊക്കെ. ഇതൊന്നും എനിക്ക് ശരിയാവില്ല ചേട്ടാ. ഈ യോഗ എന്നൊക്കെ വെച്ചാ ഇപ്പൊ അതൊരു ഫാഷൻ ആയിട്ടാ. ഫാഷൻ ഞാൻ കാണിച്ചു തരാം. ഒരു അവസരം കൊടുത്താ. വെളുക്കാൻ തേച്ചത് പാണ്ടായോ? എന്റെ കഴുത്തെ, എന്റെ കഴുത്തെ. ലീലാവതി, ലീലാവതി, ഇതാരായത്? എന്റെ നരേട്ടൻ തന്നെയാണോ? ഈശ്വരാ, സുന്ദരനായിട്ടുണ്ട്. ചോറ് കിട്ടിയോ? ഇല്ല നരേട്ടാ, ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചാ മതി. അതെന്താ? അല്ല, അന്ന് നരേട്ടൻ പറഞ്ഞില്ലേ ഈ വലിയ കാരിയർ അതൊക്കെ ചുമന്ന്. വേണ്ട നരേട്ടന് അങ്ങനെ ഒരു ക്ഷീണം വേണ്ട. സത്യം പറഞ്ഞാ അതൊക്കെ നിന്റെ ഒരു ദേഷ്യം കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. പക്ഷേ ഇപ്പൊ എന്റെ ദേഷ്യമൊക്കെ പോയി നരേട്ടാ. ഞാൻ ഒരു പച്ച മനുഷ്യയായി ജീവിതത്തിന്റെ ചില സത്യങ്ങൾ മനസ്സിലാക്കി. ഓരോരുത്തർക്കും അവരവരുടെ ചില സ്വാതന്ത്ര്യം, ചില ഇഷ്ടം, രീതികൾ ഒക്കെ വേണം. അതെ അതെ. നരേട്ടൻ ഇനി വല്ലപ്പോഴും ക്യാൻറ്റീനിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഒക്കെ കഴിച്ചോ. എന്റെ കുഞ്ഞീഷ്ണ, എന്റെ നരേട്ടനെ കാത്തോളണേ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി. ഇത് നരേന്ദ്ര സാറോ? സാറിന്റെ ബ്രദറോ? നരേന്ദ്ര സാർ തന്നെ. ഇന്നു മുതൽ ഈ സാർ ഇങ്ങനെ പല സ്റ്റൈലുകളിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. കേട്ടോ പിയൂൺ ജോസഫേ? വരട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആരാ? ഞാനാ നരേന്ദ്രൻ. താനോ? തനിക്കിത് എന്ത് പറ്റിയടോ? പറ്റിയത് എനിക്കല്ല സാർ, പിന്നെ എന്റെ ഭാര്യയ്ക്കാ. പോട്ടെ സാർ. ഇവനിത് എന്ത് പറ്റി? സാറന്മാരെ, ഭയങ്കര സംഭവം, അതിഭയങ്കര സംഭവം. എന്താ ജോസഫേ? ദാ നോക്ക്. എന്തു പറ്റി സാറേ? ലളിത വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞ സാറ്. എന്റെ രവി സാറെ, വർണ്ണങ്ങൾ എന്ന് പറയുന്നത് യുവത്വത്തിന്റെ സിമ്പലാണ്. എന്നും ചെറുപ്പമായിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പരീക്ഷിക്കണം. തലമുടി നരയ്ക്കുമ്പോൾ നമ്മൾ ഡൈ തേക്കണം. കാരണം കണ്ണാടി നോക്കുമ്പോൾ ഇനിയും നമുക്കൊരു ജീവിതമുണ്ടെന്നൊരു ബോധം കിട്ടണം. അല്ലാതെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളാണ് താനെന്നുള്ള ചിന്തയിൽ ഒരാൾ ജീവിക്കാൻ പാടില്ല. ദാ ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ എനിക്കറിയാതൊരു ഉന്മേഷം തോന്നുന്നു. ആ ഊർജം എന്റെ പ്രവൃത്തിക്ക് സഹായകമാവും. അല്ല, സാറ് കാണാതെ പഠിച്ചാലോ പറയുന്നത്? ദേ ഇതൊന്നും ഉള്ളിത്തട്ടി പറയുന്നതല്ല. സത്യം പറയാലോ, പഴയ ഡ്രസ്സാ സാറിന് യോജിക്കുന്നത്. ഏയ്, അത് നമ്മുടെ മനസ്സ് പഴഞ്ഞ മനസ്സായതുകൊണ്ട് തോന്നുന്നതാ. എനിക്കിപ്പോ സത്യം പറഞ്ഞ ഒരാഴ്ചത്തെ ജോലി ഒറ്റയടിക്ക് ചെയ്യാനാ തോന്നുന്നത്.
ചെറുപ്പം എന്നെ ആവേശിച്ചിരിക്കുന്നു. ലോകത്തിനാകമാനം ഒരു തിളക്കം. നോക്കിക്കോളൂ, ഇന്നത്തെ വർക്ക് മുഴുവൻ ഞാൻ 2 മണിക്കൂറിനകം ഫിനിഷ് ചെയ്യും. ഇത് മുഴുവൻ ഞാൻ ഫിനിഷ് ചെയ്യും. ഒന്നും കാണുന്നില്ലല്ലോ. സോറി. അല്ല ഇതാ എന്താടാ കുഞ്ഞാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ചേട്ടൻ ഇത് ആളങ്ങ് മാറിപ്പോയല്ലോ. ആ ഇപ്പോഴാണോ അപ്പോഴാണോ എന്നെ കാണാൻ കൊള്ളാവുന്നത്? ഇപ്പോഴും അപ്പോഴും കാണാൻ കൊള്ളാം. ആ അല്ല, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിനൊത്ത വേഷം അത് വേണം. ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു വേഷം കെട്ടല്ലേ എന്റെ കുഞ്ഞാ? ചേച്ചിക്കും അളിയനും മോനും ഒക്കെ സുഖമാണല്ലോ അല്ലേ? പിന്നെ പരമാനന്ദ സുഖമല്ലേ? അല്ല, എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? നീ ഇത് പിടിച്ചേ. അതിനകത്ത് എന്റെ ഒരു ലുങ്കി ഇരിപ്പുണ്ട്, അതിങ്ങടുത്തെ. ദാ. ഇതൊക്കെ ഊരാൻ പെടുന്ന പാട്. ഹൈ, ചേട്ടൻ എന്തായി കാണിക്കുന്നേ? ചേട്ടാ എന്താ ഇത്? എടാ ദേഹം അനങ്ങി പണിയെടുക്കാത്തോണ്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. നോക്കി നിൽക്കാതെ ഒരു മമ്മട്ടി എടുത്ത് അപ്പുറത്ത് പോയി കളച്ചേ. ആ, മൺവെട്ടി എടുത്തോണ്ട് വരാം.